അപ്പോഴേക്കും കംസന് സമാധാനമായി. കാരണം എന്താ, നാരദ മഹർഷിയുടെ കണക്കല്ല ശരി, എന്റെ കണക്ക് കൂട്ടലാണ് ശരി എന്ന് ബോധ്യം. അപ്പൊ ഇനി വരുന്നവൻ ഉറപ്പാണ് എന്റെ കാലനാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കംസൻ. ദേവകി ദേവി ഗർഭം ധരിച്ചു. സാധാരണ നമ്മളെല്ലാം ജനിച്ചിട്ടുള്ളത് സ്ത്രീ പുരുഷ സംയോഗത്തിൽ അണ്ഡബീജങ്ങൾ സംയോജിച്ച് കലലമായി രൂപാന്തരപ്പെട്ട് ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ സ്വരൂപമായിട്ട് വന്നിട്ടാണ് നമ്മളെല്ലാം ജനിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെ ഭഗവാന്റെ അവതാരത്തിന് അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. തൊഴിലായിരിക്കും ഭഗവാൻ അവതരിക്കണമെങ്കിലും ഇതിന്റെ ആവശ്യമുണ്ടോ? ഇതിന്റെ ആവശ്യമില്ല. കാരണം എന്താ, ഭഗവാൻ ഈ ലോകത്തിന്റെ സൃഷ്ടാവാണ്, സ്ഥിതിമൂർത്തിയാണ്, സംഹാരമൂർത്തിയാണ്. ആ സർവേശ്വരൻ ഒരു രൂപത്തെ സ്വീകരിക്കണമെങ്കിൽ ഈ ഉപാധിയുടെ ഒന്നും ആവശ്യമില്ല. എങ്കിലും ഭഗവാൻ അവതാരത്തെ പറ്റി പറയണത് വസുദേവന്റെ ഹൃദയത്തിൽ നിന്നും ഭഗവത് ചൈതന്യം ദേവകിയുടെ ഹൃദയത്തിലേക്കും ദേവകിയുടെ ഹൃദയത്തിൽ നിന്നും ഭഗവത് ചൈതന്യം ദേവകിയുടെ ഉദരത്തിലേക്കും സന്നിവേശിച്ചു. ഗർഭം ധരിച്ചപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം ബോധ്യപ്പെടും. എന്താന്ന് വെച്ചാൽ അവർക്ക് സ്വതസിദ്ധമായ സൗന്ദര്യമല്ലാതെ ഒരു സൗന്ദര്യം ഉണ്ടാകും എപ്പോഴാ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്. സ്വതസിദ്ധമായ ഒരു സ്ത്രീയുടെ സൗന്ദര്യമല്ല ഗർഭിണിയായിരിക്കുമ്പോൾ ഉണ്ടാകുക, അതിനെക്കാട്ടിൽ തീവ്രമായ ഒരു സൗന്ദര്യം ഉണ്ടാകും ഗർഭിണിയായിരിക്കുമ്പോൾ. എന്താ കാരണം, അകത്തെ കിടക്കുന്ന കുട്ടിയുടെ സൗന്ദര്യം കൂടി കണ്ടുപിടിക്കും. അപ്പൊ ദേവകി ദേവി ഗർഭം ധരിച്ചു, 1 മാസമായി. അപ്പൊ കംസൻ എന്ത് ചെയ്തു, ഈ കാരാഗ്രഹത്തിൽ വന്ന് നോക്കുമ്പോ 2 മാസമായി. നോക്കുമ്പോ കണ്ടെന്താ, അപാരമായ ചൈതന്യം. കാരണം ഭഗവാനെ അല്ലേ അവതരിക്കാൻ പോണത്. കംസൻ ആലോചിച്ചു, ഉറപ്പാണ് ഈ വരുന്നതാണ് എന്റെ കാലൻ. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇവിടെ കൊന്നപ്പന് എളുപ്പമുണ്ടല്ലോ. പിന്നെയും അദ്ദേഹം ചിന്തിച്ചു. കാരണം എന്താ, ഈ ലോകത്തിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, 100 ഗുണങ്ങൾ ഒരാൾക്ക് ഉണ്ടായാലും ആരും പറഞ്ഞു നടക്കാറില്ല. ജീവിതത്തിൽ അറിയാതെ ഒരു തെറ്റൊരാൾക്ക് സംഭവിച്ചാൽ അത് എന്ത് ചെയ്യും, ഈ മഹാരാഷ്ട്ര മൊത്തം അറിയും. അവളെ സംബന്ധിച്ചാണ് 100 ഗുണങ്ങൾ ഒരാൾക്കുണ്ടെങ്കിലും ആരും അത് പറയാറില്ല. അറിയാതെ സംഭവിച്ച ഒരു പോരായ്മ ലോകം മുഴുവൻ പ്രചരിക്കും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്തായാലും ഈ ദുഷ്കീർത്തി ഉണ്ടാവും. നാട്ടുകാർ നാളെ ലോകം എന്ത് പറയും, ഈ കംസൻ കാര്യമൊക്കെ ശരിയാട്ടോ, അയാൾ വില്ലാളി വീരനാണ്, ലോകത്തിലേക്ക് വിജയിച്ചാണ്, പക്ഷേ മോശം കാണിച്ചെന്താ, ഗർഭിണിയായിരിക്കുന്ന ഒരു പെണ്ണിനെ കൊന്നവനാണ്. എന്താ കാരണമൊന്നും ആരും ചിന്തിക്കത്തില്ല. അതുകൊണ്ട് കംസൻ തീരുമാനിച്ചു, എന്തായാലും വരട്ടെ. ഒരു പഴഞ്ചൊല്ലി പറയണം, എന്താ, വേവുവോളം കാത്തു ഇനി 6 ഓളം കാക്കാം. സമയമുണ്ടല്ലോ. അങ്ങനെ കാരാഗ്രഹത്തിന്റെ കാവൽക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു, താഴുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ഒക്കെ ചെയ്തു. ഭാഗ്യത്തിന് അന്ന് CCTV ഒന്നും ഇല്ലായിരുന്നു. ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനെ, ഉറപ്പായിട്ടും കൃഷ്ണന്റെ കാര്യം പോക്കാം. കാരാഗ്രഹത്തിന്റെ താഴുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു, കാവൽക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. കാരണം എന്താ, ജനിച്ചാൽ ഉടനെ അറിയിക്കണമല്ലോ. അങ്ങനെ ദേവകി ദേവിയുടെ ഗർഭം പരിപൂർണമായി. പരിപൂർണ ഗർഭം എന്ന് പറയുന്നത് എത്ര കാലം? ഇരിക്കുന്നവരാരും പ്രസവിച്ചിട്ടില്ല. ആദ്യം 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക എന്നാണ് പറയാ. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികളൊക്കെ നേരത്തെ ചാടിപ്പോയി. കാരണം എന്താ, ഞങ്ങൾക്ക് വയ്യായേ അകത്ത് കിടക്കുക. എന്താ കാരണം അവർക്ക് അറിയത്തുള്ളൂ, നമുക്കറിയില്ല. അകത്ത് കിടന്ന് സഹിച്ചു കാണും. കാരണം എന്താ, അമ്മ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നു നോക്കണ്ടായിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു വന്നാൽ വിചാരിക്കണം. അപ്പൊ ഗർഭം പരിപൂർണമായി കഴിഞ്ഞപ്പോ ഭഗവാൻ അവതരിക്കാൻ തീർച്ചപ്പെടുത്തുകയാണ്. ചിങ്ങമാസത്തിൽ അഷ്ടമി തിഥിയിൽ രോഹിണി നക്ഷത്രത്തിൽ ആനന്ദമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ അവതരിക്കാൻ നിശ്ചയപ്പെടുമ്പോൾ ദേവന്മാരെല്ലാം അന്തരീക്ഷത്തിൽ വന്നുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. എന്താ, സത്യവ്രതം ത്രിസത്യം ത്രിസത്യം സത്യസ്യ നേത്രം വിഹിതം സത്യം. ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ മത്സ്യകച്ഛപഗിരി ഇന്ദ്രോത്തമ നരഹരി വത്സനാരദ വ്യാസ കപില ദത്താത്രേയ യജ്ഞ ഭാർഗവ മോഹിനി ഹരിഹയ സുജ്ഞരാഘവ സനകാദികൾ. സർവേശ്വര, അവിടുന്ന് ഓരോ കാലഘട്ടത്തിലും ലോകക്ഷേമത്തിനു വേണ്ടി, ലോകസംഗ്രഹത്തിനു വേണ്ടി മത്സ്യമായിട്ടും കൂറുമായിട്ടും വരാഹമായിട്ടും നരസിംഹമായിട്ടും കുലവാസുദേവ